സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, പോലീസ് കോൺസ്റ്റബിൾ എന്നീ തസ്തികയിലേക്കായിട്ട് നടത്തിയ പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്നു. 1809 കുണ്ടറ വിളംബരം നടത്തി. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. തൃപ്പടി ദാനം നടത്തിയ രാജാവാണ്. 1721 ആറ്റിങ്ങൽ കലാപം നയിച്ച രാജാവാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3. അടുത്തത്, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏത്? ചൈനീസ് വിപ്ലവം. ഉത്തരം കറുപ്പ് യുദ്ധം. പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യ, ചൈന. ഓപ്ഷൻ ഡി. MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏത്? പത്മവിഭൂഷൺ. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1945 ഒക്ടോബർ 24 നിലവിൽ വന്നത്. 1949 നവംബർ 26 നിലവിൽ വന്നത്. നോർവേക്കാരനായ ട്രിംഗലിയാണ് ആദ്യ സെക്രട്ടറി ജനറൽ. 2ാം ലോക യുദ്ധത്തിനു ശേഷം നിലവിൽ വന്ന സംഘടനയാണിത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നു ശരിയായ പ്രസ്താവന ഏത്? 5ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3, 4 എന്നിവ. 1, 3, 4 എന്നിവ. 1857 നടന്ന 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? മംഗൾ പാണ്ഡെയായിരുന്നു ആദ്യ രക്തസാക്ഷി. ഹിന്ദു മുസ്ലിം ഐക്യ സമരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഝാൻസിയിലാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര്? ക്രമമായ താപനഷ്ട നിരക്ക്. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏത്? വാവുവേലി. സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജൈവ മണ്ഡല കേന്ദ്രം? നീലഗിരി. തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേര്? സിറസ് മേഘങ്ങൾ. സിറസ് മേഘങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ്. ഓപ്ഷൻ ബി പഞ്ചവടി എക്സ്പ്രസ്. താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്ന് മധ്യാങ്കം കണക്കാക്കുക. ഓപ്ഷൻ ബി 32. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ, രാഷ്ട്രീയ കൃഷി വികാസ് യോജന, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3, 4 മാത്രം. 1, 3, 4 മാത്രം. ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ദൗത്യത്തിന്റെ പേര്? ഓപ്പറേഷൻ അജയ്. 2022-23 ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ്? സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം. ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 16 മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. 5 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്നു. റെയിൽവേ, റോഡ് ഗതാഗതം, ജലപാതകൾ തുടങ്ങി വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 4 മാത്രം. 1, 2, 4 മാത്രം. താഴെ
താഴെ തന്നിരിക്കുന്ന RBIയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ 2023 ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏത്? ഓപ്ഷൻ ഡി ആണ് ബാങ്ക് നിരക്ക് 5.25%. പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേര് അപ്നി മാൻഡി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? അനുച്ഛേദം 32. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏതു ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഓപ്ഷൻ എ 42ാം ഭേദഗതി. രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ്. രാജ്യസഭയിൽ 250 അംഗങ്ങളാണുള്ളത്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഓൾ ദി എബവ്. പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്. സുപ്രീം കോടതിയുടെ ഉപദേശകാധികാരം ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? രാഷ്ട്രപതി. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഐറിഷ് ഭരണഘടന. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ചെനാബ് പാലം. സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡർ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഡാഷ് ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആശാ ശോഭന. എംഫിസിമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്? ശ്വാസകോശം. ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ. തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു അയോഡിൻ. രോഗങ്ങളും അവയുടെ രോഗാണുക്കളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? തന്നിരിക്കുന്നു പ്രോട്ടോസോവ മലമ്പനി, ബാക്ടീരിയ ക്ഷയം, വൈറസ് ന്യൂമോണിയ, ഫംഗസ് വട്ടച്ചൊറി. തെറ്റായത് വൈറസ് ന്യൂമോണിയ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. സൂര്യന്റെ അൾട്രാ വയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2, 3 മാത്രം. പെല്ലാഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? ജീവകം B3. ഒരു ലെൻസിന്റെ പവർ +2.5D ആണ്. ഇത് ഏത് ലെൻസ് ആണ്? ഇതിന്റെ ഫോക്കസ് ദൂരം എത്ര? ഓപ്ഷൻ സി ആണ് കോൺവെക്സ് ലെൻസ്, 40 സെന്റിമീറ്റർ. താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ? ശബ്ദം. ഓപ്ഷൻ ഡി ആണ് സ്റ്റീൽ. പ്രതലബലം എസും ആരം 6ഉമുള്ള ഒരു സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം? ഓപ്ഷൻ എ ആണ് 4s/r. ISROയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23 ലവണങ്ങളുടെ ജലീയ ലായനിയുടെ pH മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? NH4Cl ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കുറവാണ്. NaNO3 ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കൂടുതലാണ്. CH3COO Na ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കൂടുതലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1, 3. താഴെ കൊടുത്ത രാസപ്രവർത്തനങ്ങളിൽ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, CaCO3 gives CaO plus CO2. കോളം 1ലെ മൂലകങ്ങളെ കോളം 2ലെ അവയുടെ പോളിംഗ് സ്കെയിലിലെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുമായി ചേരുംപടി ചേർത്ത് എഴുതിയാൽ ശരി ആയത് ഏത്?
ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബോറോൺ 2, കാർബൺ 4, നൈട്രജൻ 1, ബെറിലിയം 2. അടുത്ത ചോദ്യം, 2023 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏത്? ക്വാണ്ടം ഡോട്ട്സ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1847 ഹെർമൻ ഗുണ്ടട്ട് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹെർമൻ ഗുണ്ടട്ട് 1847 ആരംഭിച്ചു. ഹെർമൻ ഗുണ്ടട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഫ്രാൻസിലെ പാരീസിൽ 2024 നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ 1 വെള്ളി മെഡലും 5 വെങ്കല മെഡലുമായി മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനത്തായിരുന്നു. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിൽ ഗോൾ കീപ്പറായിരുന്നു മലയാളിയായ PR ശ്രീജേഷ്. ഭാരതത്തിലെ 4ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ 2019 3ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ 2025 PR ശ്രീജേഷിന് ലഭിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നാലപ്പാട്ട് നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്ന് 1930 കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ചു. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമായത് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തെ 2006 ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചു. ശരിയായ പ്രസ്താവന. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 2019 ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ 55ാമത് ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസലോ സുഖപ്രദം എന്നീ വരികൾ അക്കിത്തത്തിന്റെ 20ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നുമാണ്. ജ്ഞാനപീഠത്തിലെ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത് G. ശങ്കരക്കുറുപ്പിനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി മലബാർ മുസ്ലിം മഹാസഭ രൂപീകരിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയി പ്രവർത്തിച്ചിരുന്നത് K. രാമകൃഷ്ണപിള്ളയാണ്. ഓപ്ഷൻ സി. 2, 3. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 69. 52, 11 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. ഓപ്ഷൻ എ 600. താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക. ഉത്തരം ഓപ്ഷൻ ഡി 4.40. 54ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 11. 55ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 56ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ. 57ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 400. 58ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി 6.28 സെന്റിമീറ്റർ. 59 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 10 കിലോമീറ്റർ. 60ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 61. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്ന വർഷം 2024. ഒഫൻസ് കുറ്റം എന്നതിൻ്റെ BNS അനുസരിച്ചിട്ടുള്ള അർത്ഥം
ഓപ്ഷൻ സി BNS പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തി. BNS പ്രകാരം ട്രൈഫിൾസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ട്രൈഫൈൽസ് എന്നത് ഓപ്ഷൻ ബി ആണ്, നിസ്സാരമായ ശ്രദ്ധിക്കേണ്ടതില്ലാത്ത പ്രവർത്തികൾ. BNSൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി നിർബന്ധിത സാമൂഹ്യ പ്രവർത്തനം. ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത പ്രകാരം സമൻസ് അയക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? കോടതികൾ. BNSS വകുപ്പുകൾ 168, 172 പ്രകാരമുള്ള നടപടികളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക. BNSS പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിൽ? ഓപ്ഷൻ ബി ആണ്, ഉടൻ തന്നെ. ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരം എവിഡൻസ് എന്ന പദം നിർവചിക്കുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 2. സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം ചീഫ് ക്രോസ് റീ. കേരള പോലീസ് ആക്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നത് എവിടെയാണ്? സെക്ഷൻ 29. കേരള പോലീസ് ആക്ട് 98 വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ജില്ലാ പോലീസ് മേധാവി. കേരള പോലീസ് ആക്ട് 117 വകുപ്പ് പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ 3 വർഷം തടവ്. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 11 പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്തുവാൻ കഴിയുക? പൊതുവിവര ഓഫീസർ അത് പൊതു താൽപര്യമാണെന്ന് കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താൽ. IT ആക്ട് സെക്ഷൻ 66F ഏത് സാഹചര്യത്തിലാണ് ചുമത്തുന്നത്? ഒരു വ്യക്തി സംരക്ഷിത സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായി ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു പത്രപ്രവർത്തകൻ ക്യാബിനറ്റ് പേപ്പറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു, പക്ഷേ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ നിരസിക്കുന്നു. RTI നിയമത്തിലെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അളവ് ന്യായീകരിക്കാൻ സാധ്യത? ഓപ്ഷൻ എ ആണ്, വകുപ്പ് 8(1)(I). IT ആക്ട് 2067B വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടികൾ ഉൾപ്പെടുന്ന ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുക. NDPS നിയമപ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം തന്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായി എന്ത് സംഭവിക്കും? മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥരാണ്. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഏതാണ് NDPS ആക്ടിന്റെ വകുപ്പ് 31A ചുമത്താൻ സാധ്യത ഉള്ളത്? ഓപ്ഷൻ സി ആണ്, വാണിജ്യ അളവിലുള്ള മരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചിട്ടുള്ള കുറ്റകൃത്യം. വകുപ്പ് 3 പോക്സോ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് നുഴഞ്ഞു കയറ്റ ലൈംഗിക അതിക്രമം ആയി കണക്കാക്കുന്നത്? ഓപ്ഷൻ സി ആണ്, ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ എന്തെങ്കിലും വസ്തു തിരുകൽ. പോക്സോ നിയമത്തിലെ വകുപ്പ് 22 തെറ്റായ പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള ശിക്ഷ നൽകുന്നു. ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ്, ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതികൾ ശിക്ഷാർഹമല്ല. സോമൻ, വിധു, ഇന്ദു ഇവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ്? ചന്ദ്രൻ. തെറ്റായ പദം ഏത്? ഓപ്ഷൻ ഡി. നാഗം എന്നതിൻ്റെ വിപരീത പദം നരകം. ചെയ്യേണ്ടതു ചെയ്ത എന്നർത്ഥം വരുന്ന പദം ഏത്? കൃതകൃത്യ. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. നിധ്വാനം എന്ന പദത്തിന്റെ അർത്ഥം ശബ്ദം. എരിതീയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ ഏത്? ഓപ്ഷൻ എ, ടു ആഡ് ഫ്യൂൽ ടു ദ ഫയർ. താഴെ
താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി പെങ്ങൾ. ജഗൻ മനസ് പിരിച്ചെഴുതുക. ജഗത് പ്ലസ് മനസ്. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആശിച്ചു കാലം കഴിക്കുന്നവൻ. ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. CONSENSUS. Which is the plural form of the word cactus? Option A cacti. Fill in the blank with the appropriate article. I need dash new laptop for my work. A. Choose the correct form of the verb to complete the sentence. Neither the team nor the coach dash satisfied with the result. Option A is. Convert the following sentence into passive voice. Option B. A delicious meal was prepared by my mother. Choose the correct option to complete the sentence. She performed dash in the dance competition. Performed well. Identify the antonym of the word benevolent. Option A malevolent. What does ATM commonly refer to in banking? Option C automated teller machine. Which of the following is a synonym for voracious? Option A insatiable. അവസാനത്തെ ചോദ്യം, which sentence is grammatically correct? Option B she doesn't like pizza. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.